ഇനി മുതൽ ഓണം, ക്രിസ്തുമസ് അവസരങ്ങളിൽ ഓരോന്നായിട്ട് വർഷത്തിൽ 2 സൗജന്യ LPG സിലിണ്ടറുകൾ എല്ലാ പാവപ്പെട്ട കുടുംബങ്ങൾക്കും നൽകുമെന്ന വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് NDA. 2025 കണക്കനുസരിച്ച് കേരളത്തിലെ ഏകദേശം 98 ലക്ഷം കുടുംബങ്ങളിലും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് LPG ആണ്. പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും പ്രതിമാസ ചെലവിൽ വലിയൊരു ഭാഗം പാചകവാതകത്തിനായിട്ട് മാറ്റിവെക്കേണ്ടി വരും. അതിനാൽ തന്നെ പാചകവാതകത്തിന്റെ വില സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. പാചകവാതക വില താങ്ങാനാകാതെ വരുമ്പോൾ കുടുംബങ്ങൾ വിറകിലേക്കോ അല്ലെങ്കിൽ മറ്റ് പരമ്പരാഗത ഇന്ധനങ്ങളിലേക്കോ മടങ്ങാനായിട്ട് നിർബന്ധിതരാകുന്നു. ഇത് വീടിനുള്ളിൽ വായു മലിനീകരണം വർദ്ധിപ്പിക്കുകയും സ്ത്രീകളിലും കുട്ടികളിലും ആസ്മ പോലെയുള്ള ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. പാചകവാതകത്തിന്റെ വില കൂടുമ്പോൾ വിറക് ശേഖരിക്കാനും മറ്റുമുള്ള അധിക ഭാരം സ്ത്രീകളുടെ തോളിലാവുന്നു. ഇതാകട്ടെ സ്ത്രീകളുടെ ആരോഗ്യ ശാക്തീകരണ മേഖലകളിൽ വർഷങ്ങളായിട്ട് നാം കൈവരിച്ച നേട്ടങ്ങളെ വിഫലമാക്കുകയാണ്. കേരളത്തിലെ പാചക ഊർജ്ജ സംവിധാനത്തിന്റെ നട്ടലായിട്ടുള്ള LPG, അതുപോലെ തന്നെ പൊതുജനാരോഗ്യം, സ്ത്രീ ശാക്തീകരണം, സാമൂഹിക സാമ്പത്തിക പുരോഗതി എന്നിവയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ പാചകവാതകം എല്ലാവർക്കും മിതമായിട്ടുള്ള നിരക്കിൽ ലഭ്യമാക്കുക എന്നത് കേരളത്തിന്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു നയമായിരിക്കണം. അതുകൊണ്ട് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി എല്ലാ പാവപ്പെട്ട കുടുംബങ്ങൾക്കും വർഷത്തിൽ 2 സൗജന്യ LPG സിലിണ്ടറുകൾ ഓണം, ക്രിസ്തുമസ് അവസരങ്ങളിൽ ഓരോന്നായിട്ട് നൽകുമെന്നാണ് NDA ഇപ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തീരുന്നില്ല, ജനോപകാരപ്രദമായിട്ടുള്ള 100 കണക്കിന് പദ്ധതികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇടത് വലത് മുന്നണികൾ ഒരിക്കലും മുന്നോട്ട് വയ്ക്കാത്ത ഏറ്റവും മികച്ച പഠന പത്രികയാണ് NDA തവണ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ കാർഷിക വിളകൾക്കും താങ്ങുവില, അതിവേഗ റെയിൽ പദ്ധതി, എയിംസ്, ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ, മിതമായ നിരക്കിൽ വൈദ്യുതി, പിന്നെ നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ തന്നെ ജോലി, അങ്ങനെ നീളുന്നു. മാറി മാറി ഭരിച്ചവരുടെ പിടിപ്പുകേടിന്റെ പരിണതഫലമായിട്ടുള്ള പൊതുകടമെന്ന വൻകെണിയിൽ നിന്നും കേരളത്തെ രക്ഷിക്കാനുള്ള മോചന പദ്ധതികൾ, അതുപോലെ തമിഴ്നാടിനെയും ആന്ധ്രയെയും നോക്കി നിൽക്കാതെ കേരളത്തിന് ആവശ്യമായ പച്ചക്കറികൾ കേരളത്തിൽ തന്നെ വിളയെടുക്കുന്നതിനും അതുവഴി ഭക്ഷ്യസുരക്ഷയും അതോടൊപ്പം തന്നെ കർഷകന്റെ ക്ഷേമവും ഉറപ്പുവരുത്തുന്ന വമ്പൻ പദ്ധതികൾക്കും NDA രൂപം കൊടുത്തു കഴിഞ്ഞു. മാറാത്തത് മാറും. ഇനി കേരളം വളരും.